തിരികെ ചർച്ചയിലേക്ക് ശ്രീ ബി.എൻ. ഹസ്കർ, സർവകലാശാലയിലെ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്തിയതിൽ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. VC ചോദിച്ച വിശദീകരണത്തിന് കൃത്യമായ മറുപടി രജിസ്ട്രാർക്ക് നൽകാൻ കഴിയാത്തതിലാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഗവർണർ പങ്കെടുത്ത പരിപാടി അവസാന നിമിഷം റദ്ദാക്കി എന്നുള്ള സന്ദേശം അയക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നത് മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ VC ആരാഞ്ഞ ആ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വിശദീകരണത്തിൽ എന്താണ് മതചിഹ്നം, ഏത് രീതിയിലുള്ള മതചിഹ്നമാണ് എന്നുള്ളത് വിശദീകരിക്കാൻ രജിസ്ട്രാർക്ക് ആയിട്ടില്ല. നിലവിലുള്ള ഈ സസ്പെൻഷനോട് ഇടത് സെനറ്റ് അംഗങ്ങൾ പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. ഇതിനെ വെറും കടലാസ് കീറായി മാത്രമേ കാണുന്നുള്ളൂ, ഇത് ചവറ്റുകുട്ടയിൽ വലിച്ചെറിയും, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, വീണ്ടും രജിസ്ട്രാർ നാളെ ആ സീറ്റിൽ വന്ന് ഇരിക്കും തുടങ്ങിയ വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ ഉയർത്തുന്നുണ്ട്. എങ്ങനെയാണ് പ്രഥമ ഘട്ടത്തിൽ താങ്കൾ ഇതിനെ കാണുന്നത്? ഇതിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നിയമപരമായി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം ഒരു നടപടിയെടുത്താൽ അത് നിയമപരമായും രാഷ്ട്രീയമായി നേരിടുന്നുള്ള ഉത്തരവാദിത്വം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ട്, സർവകലാശാലയുടെ ഭരണസമിതിക്കുണ്ട്. ആ ഭരണസമിതി അംഗങ്ങൾ അത് വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോ മതചിഹ്നം എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ചട്ടലംഘനം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ശ്രീ കെ സെൻകുമാർ എന്ത് തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സർവകലാശാലയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിപാടിയും നടത്താൻ പാടില്ല എന്നുള്ളത് സർവകലാശാലയുടെ നിയമത്തിന്റെ ഭാഗമാണ്, ചട്ടങ്ങളുടെ ഭാഗമാണ്. അപ്പോ പത്മനാഭസ്വാമി സേവാ സമിതി നടത്തിയിട്ടുള്ള ഒരു ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതി നടത്തിയിട്ടുള്ള ഒരു ചടങ്ങിൽ ആ ചടങ്ങിൽ വളരെ കൃത്യമായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് രജിസ്ട്രാർ നൽകിയിട്ടുള്ള അനുമതി നിഷേധിക്കുകയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒന്നിടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ, ഭാരതാംബയുടെ ചിത്രം ഏത് മതചിഹ്നമാണ്? ഇത് രജിസ്ട്രാർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങ് വളരെ തിരിച്ചൊരു ചോദ്യമാണ് ഞാൻ ഇക്കാര്യത്തിൽ ചോദിക്കാൻ കഴിയുന്നത്. ഈ ചിത്രം ഒരു കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം ഏത് ഭരണഘടനാപരമായി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം അംഗീകരിച്ചിട്ടുള്ളതാണ്? അല്ല, ആ ചിത്രം ഏത് മതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആ ചിത്രം ഏത് മതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അങ്ങനല്ല, ഏതു മതത്തിന്റെ അല്ല, ഒരു മതചിഹ്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോ രജിസ്ട്രാർ ഇത് തടഞ്ഞപ്പോൾ അവിടെ സെനറ്റ് ഹാളിൽ ഒരു മതചിഹ്നം ഉപയോഗിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഏത് മതചിഹ്നം? നിങ്ങൾ അവകാശപ്പെടുന്ന ഭാരതാംബയുടെ ചിത്രം ആണ് അത് എങ്കിൽ അത് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു ചിത്രമല്ല. ഇന്ത്യ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ചിത്രം അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഭരണഘടന ഏതെങ്കിലും ഘട്ടത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരം ആ ചിത്രം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാം. അല്ല ശ്രീ ഹസ്കർ, അത് ആരംഗീകരിച്ചു അംഗീകരിച്ചില്ല എന്നുള്ളതല്ല, അത് ഏത് മതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അങ്ങനെയല്ല, ഏത് മതത്തിന്റെ പ്രതിനിധാനമല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രജിസ്ട്രാർ അത് മതചിഹ്നം എന്ന് വിശേഷിപ്പിച്ചു? അല്ല, വളരെ കൃത്യമായി ഭൂരിപക്ഷ മതത്തിന്റെ വക്താക്കൾ എന്ന് ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ സംഘടനകൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണത്. ആ ചിഹ്നത്തെ ഒരു കാരണവശാലും കാവിക്കൊടിയേന്തി ഒരു സ്ത്രീയുടെ ചിത്രം വെച്ചിട്ട് അത് ഭാരതാംബയുടെ ചിത്രം, അഭിനന്ദൻ ടാഗോറാണ് യഥാർത്ഥത്തിൽ ബംഗാൾ സ്കൂളുകളിൽ നിന്ന് ആദ്യമായി ഭാരതാംബയുടെ ഒരു ചിത്രം എന്ന നിലയിൽ ഒരു ചിത്രം വരച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ആ ചിത്രം എന്ന് പറയുന്ന 4 കൈകളുള്ള ഒരു ചിത്രമാണ്. അതിൽ ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂപടം പോലും അല്ല. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതി പോലും ഇല്ലാത്ത ഒരു ചിത്രം വെച്ചിട്ട് ആ ചിത്രം അംഗീകരിക്കണം, അത് അടിച്ചേൽപ്പിക്കപ്പെടണം എന്ന് ഗവർണർ വാശി പിടിച്ചാൽ ഇത് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുമതി നൽകിയതാണ് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ഈ പ്രോഗ്രാമിന് സെനറ്റ് ഹാളിൽ. അതനുസരിച്ചുള്ള തുകയും അവർ അവിടെ അഡ്വാൻസായി അടച്ചു കഴിഞ്ഞു. താങ്കൾ നേരത്തെ പറഞ്ഞു VCക്ക് ഇതിന് നിയമപരമായ അവകാശമില്ല ഇത്തരത്തിൽ സസ്പെൻഷൻ നടത്താമെന്ന്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർക്ക് അവസാന നിമിഷം VCയോട് കൂടിയാലോചന നടത്താതെ ഇത്തരത്തിൽ രാജ്ഭവന് ഒരു ഇമെയിൽ സന്ദേശം അയക്കാൻ എവിടുന്നാണ് നിയമപരമായുള്ള അവകാശം? VCയുടേതല്ല അധികം, രജിസ്ട്രാർക്കാണ് ഇത്തരം കാര്യങ്ങളിൽ. സെനറ്റ് ഹാളിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെ, കേരള സർവകലാശാല സ്ഥാപനങ്ങളിലെ ഡേ ടു ഡേ അഫയേഴ്സിൽ തീരുമാനം എടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രജിസ്ട്രാർക്കാണ് സർവകലാശാല നിയമം അനുസരിച്ച്. രജിസ്ട്രാർ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്.
അവിടെ മതചിഹ്നം ഉപയോഗിക്കരുതെന്ന് വളരെ കൃത്യമായി എഴുതി കൊടുത്തിട്ട് ആ തീരുമാനത്തിന്റെയും ആ വ്യവസ്ഥകളുടെയും ലംഘനം നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ ഗവർണറോട്, ചാൻസലർ കൂടിയായ ഗവർണറോട് വരാൻ പാടില്ല, ഈ പരിപാടിയുടെ ആ സെനറ്റ് ഹാൾ നൽകിയിട്ടുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നത് അദ്ദേഹം അറിയിപ്പ് നൽകിയിരിക്കുന്നു. അതൊരു തെറ്റായ സന്ദേശമല്ല, അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തു. അത് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നതിന് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിന് അധികാരമില്ല. അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തി. ഇവിടെ നമ്മുടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ പി എസ് ഗോപകുമാർ കൂടി ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതായത് ഈ ഇമെയിൽ സന്ദേശം അയക്കുന്ന അതേ മാത്രയിൽ തന്നെ സർവകലാശാല ഗേറ്റിന് മുന്നിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഗവർണറെ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കില്ല എന്നുള്ള പരസ്യ പ്രസ്താവനയുമായിട്ടാണ് അവർ അവിടെ നിലകൊണ്ടത് എന്ന് മാത്രമല്ല, SFI DYFI പ്രവർത്തകരടക്കം അവിടെ തടിച്ചുകൂടുകയും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഒരു ബോധപൂർവമായ അജണ്ട മണിക്കൂറുകൾക്ക് മുൻപേ തീരുമാനിക്കപ്പെട്ടിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൽ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നും നമുക്കിപ്പോ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമല്ലേ, ഒരു ചിത്രം അവിടെ വെക്കുന്നു, അത് ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ മതത്തിന്റെയോ ഭൂരിപക്ഷ മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രമാണ് എന്നുള്ളതിന് സംശയമില്ലല്ലോ. RSS ഉപയോഗിക്കുന്ന ചിത്രമാണ് അതല്ലെന്നുള്ളത് അല്ല, സംശയമില്ലല്ലോ എന്ന് പറയാൻ കഴിയില്ല ശ്രീ ഹസ്കർ. അത് ഭാരതാംബയുടെ ചിത്രമാണ്. അത് ഒരു മതത്തിന്റെയും ചിഹ്നമല്ല. അത് ഏതെങ്കിലും മതത്തിന്റേതാണ് എന്ന് പറയുന്നവർക്കാണ് അതിന്റെ സംശയം. അങ്ങനെയല്ല, അത് ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ മാത്രം ഉപയോഗിക്കുന്ന ചിത്രമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തിന്റെയും അനുമതിയോടുകൂടിയല്ല ആ ചിത്രമുള്ളത്. അപ്പൊ സ്വാഭാവികമായും RSS കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ചിത്രം, ആ ചിത്രത്തിന് മുന്നിൽ ബാക്കിയുള്ളവർ കുമ്പിടണം എന്ന് വാശി പിടിക്കുന്ന ഗവർണർ, അത് തെറ്റായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും തുടർന്നും ഈ നിലപാട് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിനുള്ളത്. ശരി.